ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു പഴയ ഓർമ്മകളൊക്കെ ഉണർത്തുന്ന ഒരു മിഠായിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എള്ളുമിഠായി, കടലമിഠായി ഒക്കെ എപ്പോഴും പണ്ടൊക്കെ കഴിച്ചിരുന്ന ഒരു മിഠായി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയുള്ള അതുപോലെയുള്ളൊരു മിഠായിയാണ് നമ്മൾ ഈ ഒരു പൊരി വെച്ചിട്ടുണ്ടാക്കുന്ന മിഠായി. അപ്പോൾ ഒരുപാട് നമുക്ക് പഴയ ഓർമ്മകളൊക്കെ സമ്മാനിക്കുന്ന ഒരു മിഠായിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്കിതിന് ആകെ 2 ചേരുവകളെ ആവശ്യമുള്ളൂ. അപ്പോൾ ആദ്യത്തെ ചേരുവ ഈ ഒരു പൊരി തന്നെയാണ്. അപ്പോൾ പൂരത്തിനൊക്കെ കണ്ടിട്ടില്ല ഇതുപോലെ പാക്കറ്റിലുള്ള പൊരി. അപ്പോൾ പൂരത്തിനും അതുപോലെ നമ്മൾ റോഡ് സൈഡിലൊക്കെ ഇതുപോലെ പാക്കറ്റിലാക്കിയിട്ടുള്ള പൊരിയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ വെറുതെ കഴിക്കാനൊക്കെ വാങ്ങുന്ന പൊരി. അപ്പോൾ ഞാനും അതുപോലെ ഒരു പാക്കറ്റ് പൊരി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിന്ന് മിഠായി ഉണ്ടാക്കുന്നത്. ഇത് മുഴുവനൊന്നും എടുക്കുന്നില്ല കേട്ടോ, ഇതൊന്ന് കുറച്ച് മതി. അപ്പോൾ ആദ്യം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ശർക്കര ഞാനിവിടെ ഒരു 3 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്കുള്ള പൊരിയെ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. വെള്ളം ഒരുപാട് വേണ്ട കേട്ടോ, ഇതൊന്ന് ഉരുക്കി കിട്ടാൻ വേണ്ട വെള്ളം മാത്രം മതി. ഇപ്പോൾ ഇതാ ശർക്കരയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചിട്ട് മറ്റൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കരയിൽ അത്യാവശ്യമൊക്കെ അഴുക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അരിച്ചിട്ട് തന്നെ ഉള്ളൂ നമ്മൾ എല്ലാത്തിലേക്കും ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി അഴുക്കില്ലാത്ത ശർക്കരയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മളിവിടെ കിട്ടുന്ന ശർക്കരയിലൊക്കെ അത്യാവശ്യം തന്നെ അഴുക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അരിച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇനി സ്റ്റൗ കത്തിച്ചിട്ട് ശർക്കരപ്പാനി ഒന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരണം. അപ്പോൾ അതിൻ്റെ പാകം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു കപ്പിൽ സാധാരണ പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ ഇതുപോലെ കപ്പിലോ പാത്രത്തിലോ എന്തിലേലും ഒന്ന് സാധാരണ പച്ചവെള്ളം എടുത്ത് വെക്കുക. അതിലേക്ക് നമുക്ക് ഉറ്റിച്ച് നോക്കാം കേട്ടോ. ഒന്ന് തിളച്ച് കുറുകി വന്നതിന് ശേഷം അപ്പോൾ നമുക്കതിൻ്റെ പാകം അറിയാൻ പറ്റും. ഇതുപോലെ നന്നായിട്ട് തിളച്ച് പതഞ്ഞ് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറേശ്ശെ ഉറ്റിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് എടുത്ത് നോക്കാൻ പറ്റുന്നുണ്ടോ, നമുക്ക് കയ്യിൽ വെച്ചിട്ട് എടുത്താൽ ഉരുളയായി കിട്ടണം കേട്ടോ. അതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പാകം. ഇപ്പോൾ ഇതായിട്ടില്ല, ഒന്നും കൂടെ തിക്കാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ തിളപ്പിച്ച് നോക്കട്ടെ. ഇപ്പോൾ ഇതൊന്നും കൂടി തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ചൊന്ന് വെള്ളത്തിലേക്ക് ഉറ്റിച്ചിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി വരണം കേട്ടോ. കയ്യിൽ എടുത്താൽ ചെറുതായിട്ടൊന്ന് കട്ടയായിട്ട് വരണം. ഇതിപ്പോൾ കറക്റ്റ് ഭാഗമായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി നമുക്ക് ഇതിലേക്ക് പൊരി ഇട്ട് കൊടുക്കാം. ഞാൻ ഈ 3 അച്ച് ശർക്കരയിലേക്ക് ഒരു 2.5 കപ്പ് പൊരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി പൊരി ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടാറുന്നതിൻ്റെ മുമ്പ് തന്നെ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ചെറിയ ചൂടിൽ തന്നെ നമുക്കിതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് വേണം കേട്ടോ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് തണുക്കുന്നതോറും ഇത് കട്ടിയായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പൊരിമിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്